ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും ഫണ്ണിയസ്റ്റ് മാൻഹ ഇതാണ്. ഒരു നല്ലൊരു അനിമെ മാൻഹയ്ക്ക് എന്താ വേണ്ടത്? ഗുഡ് സ്റ്റോറി പ്ലോട്ട്സ്, ഗുഡ് ക്യാരക്ടേഴ്സ്, ഗുഡ് വൈഫ്, ജസ്റ്റ് ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഈ മാൻഹയിൽ ഇതെല്ലാം ഉണ്ട്. അതും ഏറ്റവും ഫണ്ണിയസ്റ്റ് രീതിയിലാണ് പ്രസൻറ്റും ചെയ്തിരിക്കുന്നത്. നൗ ഇമാജിൻ, നിങ്ങൾ മരിക്കുന്നു. യു വേക്ക് അപ്പ് അറ്റ് എ ഫാൻറ്റസി വേൾഡ്. അവിടെ ഒരു നോബലിൻ്റെ വഴി പഴച്ച ഒരു മകൻ്റെ ദേഹത്തായിരിക്കും നിങ്ങൾ റീഇൻകാർണേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ഇസെക്കായ് സ്റ്റോറീസ് അങ്ങനെയാണല്ലോ, സ്വാഭാവികം. ബട്ട് ഇവിടെ നിങ്ങൾ വേൾഡ് സേവ് ചെയ്യുന്നൊരു ഹീറോ അല്ല. മോൺസ്റ്റേഴ്സിനെയും ഡീമൻസിനെയും ഒന്നും ഫൈറ്റ് ചെയ്യുന്നുമില്ല. ഇൻസ്റ്റെഡ് നിങ്ങൾ അവരെ നിങ്ങളുടെ എംപ്ലോയി ആയിട്ട് ഹയർ ചെയ്യും. ബേസിക്കലി നിങ്ങളൊരു കോർപ്പറേറ്റ് മാനേജർ ആവും. യെസ്, ദ റിയൽ വില്ലൻ. ബട്ട് നിങ്ങളുടെ ഈ എംപ്ലോയീസ് നോർമൽ ഹ്യൂമൻസ് മാത്രമല്ല, ഡീമൻസ്, മോൺസ്റ്റേഴ്സ്, എന്തിന് ഏഞ്ചൽസ് വരെ നിങ്ങളുടെ ഈ കോർപ്പറേറ്റ് മാനിപ്പുലേഷനിൽ പെട്ടുപോകും. ബട്ട് ദ ക്രേസിയസ്റ്റ് പാർട്ട് ഇതൊന്നുമല്ല. ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിക്കാൻ വരുന്നവൻ അവിടുത്തെ ക്യൂനിൻ്റെ ലവർ ആവും, ഡീമൻ ലോഡ് ആവും, കിങ് ഓഫ് ദ ഹെല്ലിൻ്റെ എനിമി ആവും. ഓൾ ദി സ്റ്റോറി ലൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നല്ല ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ യെറ്റ് നല്ലൊരു സ്റ്റോറി ലൈനിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മാൻഹവ. ദ മാൻഹവ ഐ എം ടോക്കിംഗ് അബൌട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എസ്റ്റേറ്റ് ഡെവലപ്പർ. മാൻഹവ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. 204 ചാപ്റ്റേഴ്സാണ് ഓൾമോസ്റ്റ് ഉള്ളത്. ഓൾമോസ്റ്റ് സ്റ്റോറി തീരാറായി. ഈ മാൻഹവ വായിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ മാൻഹവ വായിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി റീഡ് ഇറ്റ്. അതിന് നിങ്ങൾ ഈ മാൻഹവ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഫണ്ണിയർ ആയിട്ടുള്ള ഒരു അനിമെ മാൻഹവ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ദാറ്റ് ഇൻ കമൻറ്റ്. ആൻഡ് ഇഫ് യു ലവ് ദിസ് റെക്കമെൻഡേഷൻ, ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാൻഹവ അനിമയെ കൊണ്ട് ഞാൻ നെക്സ്റ്റ് ടൈം എന്തായാലും വരും. ടിൽ ദെൻ, സൈനറ.